പോലീസ് വളരെ രഹസ്യമായി തന്നെ, അതായത് SIT മുഴുവൻ ഉദ്യോഗസ്ഥർ പോലും അറിയാതെ ഈ മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകുന്നു, DGP AIG പൂങ്കുഴലിക്ക് നിർദ്ദേശം നൽകുന്നു. അങ്ങനെ പൂങ്കുഴലിക്ക് ഏറ്റവും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരാണ് ഇങ്ങോട്ട് വന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഈ സംഘത്തിൽ അത്ര ഉന്നത ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ഇല്ല. പിന്നീടാണ് ഒരു MLA, അത് ഒരു സിറ്റിംഗ് MLA ആയതുകൊണ്ട് തന്നെ DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുന്നു. പാലക്കാടുള്ള മറ്റു ഉദ്യോഗസ്ഥരോട് ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇവരെ വിളിച്ചു വരുത്തിയത്. അങ്ങനെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന രാത്രിയിലുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത് മയക്കുമരുന്നിലെ കേസിലെ പ്രതിയെ പിടികൂടാൻ എന്നായിരുന്നു. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നൊരു വിവരം ഒരു തരത്തിലും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം, അതായത് പോലീസ് ഉദ്യോഗസ്ഥരോട് പോലും കൃത്യമായി കാര്യങ്ങൾ ആശയവിനിമയം നടത്താതെ പോകുന്നത്. അങ്ങനെ അവിടെ എത്തിയതിനു ശേഷമാണ് പല ഉദ്യോഗസ്ഥർക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ കസ്റ്റഡി എടുക്കാനാണ് വരുന്നത് എന്നറിയുന്നു. DYSPക്ക് കൃത്യമായി പാലക്കാട് SP കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു ഇന്ന കേസിലാണ് എന്നുള്ളത്. ഈ വാതിൽ തുറക്കുന്നതും രാഹുൽ ഏത് കേസിലാണ് എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായും ഉള്ള കാര്യമാണ്. കാരണം നേരത്തെയുള്ള 2 കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നിയമപരിരക്ഷ കോടതിയിൽ നിന്നുണ്ട്. ഇതില് സാജിദ് പോലീസിനെ പോലും അറിയിച്ചില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്കറിയാം ഈ ആദ്യത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയ സമയത്ത് ഒരു തരത്തിലും SITക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പോലീസിൽ നിന്ന് തന്നെ വിവരങ്ങൾ ചോരുന്നു, ഇല്ലെങ്കിൽ പോലീസ് തന്നെ എവിടെയാണ് തെരച്ചിൽ എന്നൊക്കെ അറിയിക്കുന്നു, പോലീസ് രാഹുലിനെ സഹായിക്കുന്നു എന്നൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. SITക്ക് അത് വലിയ തലവേദനയായതാണ്. അതുകൊണ്ടായിരിക്കും അത്രയും രഹസ്യമായിട്ട് പാലക്കാട്ടെ പോലീസുകാരെ പോലും അറിയിക്കാതെയുള്ളൊരു മൂവ് നടത്തിയത്. തീർച്ചയായും അത് SIT സംഘം ഈ അന്വേഷണം നടത്തി ഏതാണ്ട് രാഹുലിന് അടുത്തെത്തുന്നു എന്ന് ആദ്യ കേസിൽ രാഹുൽ ഒളിവിൽ കഴിയുന്ന സമയത്ത് അപ്പോഴാണ് അവിടെ നിന്ന് രാഹുൽ മാറി പോകുന്നത്. അത് ഈ പലതവണ അങ്ങനെ സംഭവിച്ചു. അത് ഈ കർണാടക പോലീസിൽ നിന്നാണോ SIT സംഘത്തിൽ നിന്ന് തന്നെയാണോ എന്ന കാര്യത്തിലൊന്നും ഇതുവരെ സ്ഥിരീകരണമില്ല. അങ്ങനെ ഈ വിവരങ്ങൾ രാഹുലിന് ചോർന്ന് കിട്ടുന്നു എന്ന കാര്യം എന്തായാലും അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ DGP AIG പൂങ്കുഴലിയോട് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം AIG പൂങ്കുഴലിക്ക് ആയിരിക്കുമെന്നും പൂങ്കുഴലിക്ക് വിശ്വാസമുള്ള ആളുകളെ മാത്രം ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി, അത് വലിയൊരു സംഘം ആകേണ്ടതില്ല എന്ന നിർദ്ദേശവും നൽകിയിരുന്നു. മുഖ്യമന്ത്രി നേരിട്ടാണ് DGPയോട് ഇത് പറയുകയും DGP SP പൂങ്കുഴലിക്ക് നിർദ്ദേശം നൽകുകയും അങ്ങനെ ഈ പൂങ്കുഴലി ശരി സാജിദ, എത്രത്തോളം രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ ആയിരുന്നു എന്നതിന്റെ കൂടി തെളിവാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ. രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിക്കുന്ന 2002 ഒന്നാം നിലയിലെ 2002 എന്ന റൂമിലെത്തി അതീവ രഹസ്യത്തോടെ അവിടെ എത്തി. അവിടെ പോലീസുകാരെ പോലും അറിയിക്കാതെയാണ് എത്തിയതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അവിടെ എത്തിയതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് എന്ന് പാലക്കാട്ടെ പോലീസ് പോലും അറിയുന്നത്. ആ രീതിയിലായിരുന്നു SIT നീക്കം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു.